വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ യുവാവിനെയും ഭാര്യയെയും മക്കളെയും പാതിരാത്രിയിൽ വിളിച്ചുവരുത്തി ആക്രമിച്ച സംഭവത്തിൽ മൂവാറ്റുപുഴ പോലീസ് കേസെടുത്തു. പെരുമറ്റത്ത് താമസിക്കുന്ന സ്രാമ്പിക്കൽ വീട്ടിൽ അസീസ് മൈദീനെയും കുടുംബത്തെയുമാണ് ഒരു സംഘം ക്രൂരമായി മർദ്ദിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവങ്ങളുടെ തുടക്കം. പേഴയ്ക്കാപ്പള്ളിയിലെ ഷോപ്പിംഗ് സെന്ററിൽ പാർക്ക് ചെയ്തിരുന്ന അസീസിന്റെ കാർ മറ്റൊരു വാഹനത്തിൽ തട്ടിയെന്നാരോപിച്ചാണ് അസീസിനെ ഒരാൾ ഫോണിൽ വിളിച്ചത്. കാർ മറ്റൊരു വാഹനത്തിലും തട്ടിയിട്ടില്ലെന്ന് അസീസ് വ്യക്തമാക്കിയെങ്കിലും ഒത്തുതീർപ്പാക്കണമെന്നും അല്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്നും ഭീഷണിപ്പെടുത്തി. ഇതോടെ ഭയന്നുപോയ അസീസ് രാത്രി 11:30-ഓടെ ഭാര്യയെയും 3 മക്കളെയും കൂട്ടി പ്രതികൾ നിർദ്ദേശിച്ച BOC ജംഗ്ഷനിലെത്തി. BOC ജംഗ്ഷനിൽ കാറിലെത്തിയ സംഘം ഉടൻ തന്നെ അസീസിനെ ആക്രമിക്കുകയായിരുന്നു. അസീസിനെ മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിച്ച 3 മക്കളെയും സംഘം ആക്രമിച്ചു. താൻ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് ചികിത്സയിൽ കഴിയുന്ന രോഗിയാണെന്ന് പറഞ്ഞിട്ടും അക്രമികൾ പിന്തിരിഞ്ഞില്ലെന്ന് അസീസ് നൽകിയ മൊഴിയിൽ പറയുന്നു. ഞങ്ങളിങ്ങനെ വണ്ടി തട്ടിയെന്ന് പറഞ്ഞിങ്ങനെ അവർ വിളിച്ച് ഒരു 11 മണിയായി കാണും. 11 സമയമായി. ഞങ്ങളങ്ങനെ അവിടുന്ന് ഞാൻ ചെല്ലാന്ന് വൈഫും മക്കളും പറഞ്ഞ് അന്ന് ഞങ്ങളും കൂടി വരാമെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി അങ്ങ് പോയി ജസ്റ്റ് അവിടെ അവർ പറഞ്ഞ സ്പോട്ടിൽ ചെന്നപ്പോൾ അവർ പെട്ടെന്ന് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്ന് നിന്ന് അതിനകത്ത് 5-6 പേര് ചാടി ഇറങ്ങി വന്ന് എന്നെ പിടിച്ച് മർദ്ദിക്കുക, എൻ്റെ ഈ ഷോൾഡറിൽ പിടിച്ച് വലിച്ച് വണ്ടീനെ പുറത്തേക്ക് ഇറക്കാൻ നോക്കി. അപ്പോൾ അതുകൊണ്ട് വൈഫും പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ വൈഫിൻ്റെ കയ്യിലും ഓട്ടം പിടിച്ച് അവർ മാറ്റാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ഒരു മകനുണ്ട്, 16 വയസ്സുള്ള മകൻ. അവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നപ്പോൾ അവനെ മർദ്ദിച്ചു അവർ. അപ്പോൾ ഞാനും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ എന്നെ കിട്ടും ഇതുപോലെ മർദ്ദിക്കുക. എൻ്റെ മുഖത്തും തലയിലും പിന്നെ പുറത്ത് കയ്യിലൊക്കെ അവരിങ്ങനെ മർദ്ദിക്കുക വന്നു. അതുപോലെ എൻ്റെ മകൻ്റെ മുഖത്തിനെക്കെട്ട് അടിച്ചു അവർ. മുഖത്തിനെക്കെട്ട് അടിച്ച് പുറത്തിനെക്കെട്ടും അടിച്ചു അവർ. ഞാൻ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് 2019 ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ്. അതുപോലെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 4 മാസം മുമ്പ് ഒരു ഹാർട്ട് അറ്റാക്കും ഉണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ മെഡിസിൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് പിറ്റേ ദിവസം അവർ വന്ന് മൊഴി എടുത്ത് കൊണ്ടുപോയി. പിന്നെ ഇന്നലെ അവർ സ്റ്റേഷനിൽ നിന്ന് വന്ന് ലൊക്കേഷൻ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി അവർ വന്നു. അങ്ങനെ അതൊക്കെ ചെയ്ത് പോയി. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയില്ല അതിനെപ്പറ്റി. അവർ ഇൻഫർമേഷൻ തന്നു. മർദ്ദിച്ച എല്ലാവരും എനിക്ക് പെട്ടെന്ന് അറിയില്ല, കാരണം ഒന്നിച്ചാണ് അവർ വന്നത്. പക്ഷെ ഒരാളെ എനിക്കറിയാം, 1-2 പേരെ അറിയാം. മർദ്ദനം തടയാൻ ശ്രമിച്ച അസീസിന്റെ ഭാര്യയെയും കുട്ടികളെയും സംഘം ആക്രമിച്ചു. ബഹളം കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയതോടെയാണ് അക്രമികൾ സ്ഥലം വിട്ടത്. മുഖത്തും കൈകൾക്കും പരിക്കേറ്റ അസീസ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ വിശ്രമത്തിലാണ്. ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥർ എത്തി കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ മൂവാറ്റുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല.